എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ കണ്ടില്ലേ, വിദ്യാർത്ഥികളും സാധാരണ ജനങ്ങളും അധികാര സംവിധാനത്തിന് മുൻപിൽ അവർക്ക് ദുർബലരായി തോന്നിയേക്കാം. എന്നാൽ നീതിക്ക് വേണ്ടി സമാധാനപരമായി ജനത്തിൻ്റെ നന്മ ലക്ഷ്യമാക്കി ധൈര്യത്തോടെ ഉറച്ചു നിന്നാൽ എത്ര വലിയ സംവിധാനങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് കഴിയും. ഇക്കഴിഞ്ഞ നീറ്റ് പരീക്ഷ ക്രമക്കേട് മൂലം മാനസികമായി തകർന്ന് ആത്മഹത്യ ചെയ്ത് പൊലിഞ്ഞു പോയത് 21 വിദ്യാർത്ഥികളാണ്. അതായത് അവരെല്ലാം വിദ്യാസമ്പന്നരും രാഷ്ട്രത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളുമായിരുന്നു. 2026 മെയ് മാസം 15-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു ഹർജി പരിഗണിക്കുമ്പോൾ തൊഴിൽ രഹിതരെ പാറ്റയോട് ഉപമിച്ചു. അതുകൊണ്ട് ആ പരാമർശം നടത്തി. പാറ്റകൾ മനുഷ്യർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമായി തീരാറുണ്ട്. രോഗാണുക്കളെ പടർത്തുകയും അലർജി ഉണ്ടാക്കുകയും ചെയ്യും. ഇതുപോലെ തൊഴിൽ രഹിതർ സമൂഹത്തിന് ദോഷം വരുത്തും എന്ന അർത്ഥത്തിലാണോ ജസ്റ്റിസ് അത് പറഞ്ഞതെന്നറിയില്ല. എങ്കിലും തൊഴിൽ രഹിതരെ പാറ്റയോടാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗർ സ്വദേശിയും ജേർണലിസത്തിൽ ബിരുദവും അമേരിക്കയിലെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ 30 വയസ്സുകാരൻ അഭിജിത് ദീപ്കയുടെ ഹൃദയത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ ഈ പരിഹാസ വാക്കുകൾ ആഴത്തിൽ തറച്ചു. പാറ്റകൾക്ക് 1 മാസം വരെ ആഹാരമില്ലാതെ ജീവിക്കാണ്ട് കഴിയും എന്ന് മാത്രമല്ല, തല മുറിച്ച് മാറ്റിയാലും അത് ഒരാഴ്ച കൂടി ജീവിച്ചിരിക്കും. ഈ സത്യം മനസ്സിലാക്കിയിട്ടാണോ എന്നെനിക്കറിയില്ല. അഭിജിത് ദീപ്കെ എന്ന ചെറുപ്പക്കാരൻ ഞാനും ഒരു പാറ്റയാണ് MP കോക്രോച്ച് എന്ന മുദ്രാവാക്യത്തിലൂടെ ലക്ഷക്കണക്കിന് യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചു. അങ്ങനെ 2026 മെയ് 16-ന് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP രൂപീകരിച്ചു. പിന്നെ അങ്ങോട്ട് ജൻസി തലമുറ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവരുടേതായ രീതിയിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെയും രാഷ്ട്രീയ അനീതികൾക്കെതിരെയും ഡൽഹി ജന്തർ മന്ദറിൽ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. പോലീസിനെയും സ്വാധീനത്തെയും ഉപയോഗിച്ച് സർക്കാർ നടത്തിയ നിർദ്ദയമായ ലാത്തിചാർജും വെടിവെപ്പും കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ച, ചോര ചിന്തിയിട്ട് നേർക്ക് നേരെ മർദ്ദകരെ സ്നേഹിച്ചും പൂച്ചെണ്ടുകൾ അവരുടെ നേരെ നീട്ടിയും സമാധാനത്തോടെ പോരാടിയ യുവജനങ്ങൾ, സകല ഭാരതീയരുടെയും കണ്ണുകളെ ഏറണിയിച്ച രംഗമായിരുന്നു അത്. ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കാതെ ഉറച്ചു സമാധാനപരമായി പോരാടി 56ലധികം യുവതി യുവാക്കൾ ഗുരുതരമായ പരിക്കുകൾ പറ്റി. സമരത്തിൻ്റെ 49ാമത്തെ ദിവസം 2026 ജൂലൈ 25-ന് അവർ വിജയം കൈവരിച്ചു. ഈ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ചിന്തയിലേക്ക് ഓടി വന്നത് ബൈബിളിലെ ഗോലിയാത്തിൻ്റെയും ദാവീദിൻ്റെയും പോരാട്ട കഥയായിരുന്നു. ഫിലിസ്തീൻ രാജ്യത്തിലെ സേനാനായകനായിരുന്ന ഗോലിയാത്ത് ശാരീരിക വലിപ്പത്തിലും ശക്തിയിലും ആയുധബലത്തിൻ്റെയും പ്രതീകമായിരുന്നു. എന്നാൽ എല്ലാവരുടെയും മുൻപിലും ചെറിയവനും യുദ്ധപരിചയമില്ലാത്തവനുമായ കാട്ടിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്നതായ ആട്ടിടയ ചെറുക്കനായിരുന്നു ദാവീദ്. എല്ലാവരുടെയും ദൃഷ്ടിയിൽ വിജയം ഗോലിയാത്തിന് മാത്രമായിരുന്നു. ദാവീദ് ഗോലിയാത്തിൽ നേരിട്ടത് കസേരയ്ക്കോ അധികാരത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയായിരുന്നില്ല, പിന്നെയോ ജനത്തിൻ്റെ നന്മയ്ക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടിയായിരുന്നു. നീ ഒരു വടിയുമായി വരാൻ ഞാനൊരു നായയോ എന്ന് ചോദിച്ച് തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ഗോലിയാത്ത് ദാവീദിനെ ശപിച്ചു. ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്ക് ഇരയാക്കും എന്ന് ഗോലിയാത്ത് ദാവീദിനോട് പറഞ്ഞു. ദാവീദ് അനീതിയെ ധൈര്യപൂർവ്വം നേരിട്ടു. ഗോലിയാത്ത് വീണു. 1-49 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നന്മ ചെയ്യാൻ പഠിപ്പീൻ, നീതി അന്വേഷിപ്പീൻ, പീഡിതനെ സഹായിപ്പീൻ, സത്യത്തിനു വേണ്ടി സമാധാനപരമായി ഉത്തരവാദിത്വത്തോടെ ഉറച്ചു നിന്നാൽ സധൈര്യം ഉറച്ചു നിൽക്കുന്നവന് ജയമുണ്ട്. ഓർക്കുക, വലിപ്പമല്ല ധൈര്യമാണ് നിർണായകം. സന്ദേശം ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുക.